നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ തൊഴിലാളിയും തൊഴിൽ ഉടമയും തമ്മിൽ ഒരു തൊഴിൽ കരാർ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. ഈ കരാർ പ്രകാരമുള്ള ധാരണയിലായിരിക്കണം ഇവർ മുന്നോട്ടു പോകേണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കാനും ഇരു കൂട്ടരും ബാധ്യസ്ഥരാണ്. അല്ലാത്ത വശം അത് നിയമലംഘനമായി കണക്കാക്കപ്പെടും. ഇപ്പോൾ യുഎഇയിൽ സ്പോൺസർ അറിയാതെ തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ വിസ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടെന്ന് മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. വിസ മാറ്റ നടപടികൾ പൂർത്തിയാക്കാതെ മറ്റിടങ്ങളിൽ ജോലി ചെയ്താലും തൊഴിൽ കരാർ റദ്ദാക്കി തൊഴിലാളിയെ പിരിച്ചുവിടാൻ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനാൽ ഒരു കാരണവശാലും തൊഴിൽ കരാറിലെ മാനദണ്ഡങ്ങൾ ലംഘിക്കാൻ പാടുള്ളതല്ല. ജോലിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവർക്കും വിവിധ നിയമലംഘനങ്ങളിൽ തൊഴിൽ ഉടമയുടെ അധികാരത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇനി പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചാലും തൊഴിലാളിയെ പിരിച്ചുവിടാൻ തൊഴിൽ ഉടമയ്ക്ക് അധികാരമുണ്ട്. വ്യാജരേഖകൾ നൽകിയും വേഷം മാറിയും ജോലി തരപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞാലും മുന്നറിയിപ്പില്ലാതെ തൊഴിൽ കരാർ റദ്ദാക്കാം. തൊഴിലുടമയ്ക്ക് ഭീമമായ നഷ്ടം വരുത്തിയാലും മനഃപൂർവ്വം സ്വത്ത് നശിപ്പിച്ചാലും ഇതേ നടപടി സ്വീകരിക്കാം. ജോലിയുടെയും തൊഴിലിടത്തിന്റെയും സുരക്ഷയ്ക്ക് സ്ഥാപനം സ്വീകരിച്ച ആഭ്യന്തര മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സാഹചര്യത്തിലും തൊഴിൽ കരാർ റദ്ദാക്കി പിരിച്ചുവിടാം. തൊഴിൽ കരാറിലെ അടിസ്ഥാന നിയമങ്ങൾ ലംഘിച്ചാൽ രേഖാമൂലം താക്കീത് നൽകണം. 2 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ലംഘനം ആവർത്തിച്ചാൽ തൊഴിൽ കരാർ റദ്ദാക്കാം. ജോലി സമയത്ത് ലഹരി ഉപയോഗിക്കുകയോ സദാചാര വിരുദ്ധമായി പെരുമാറുകയോ ചെയ്താലും തൊഴിൽ കരാർ റദ്ദാക്കാം. തൊഴിലുടമ, മാനേജർ, വകുപ്പ് തലവന്മാർ, സഹപ്രവർത്തകർ എന്നിവരെ കയ്യേറ്റം ചെയ്താലും വിസ റദ്ദാക്കി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട്. തക്കതായ കാരണങ്ങളില്ലാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും വിനയാകും. വർഷത്തിൽ 20 ദിവസത്തിൽ കൂടുതൽ പലപ്പോഴും ജോലിയിൽ നിന്ന് വിട്ടുനിന്നാൽ തൊഴിൽ കരാർ റദ്ദാക്കാം. ഒരാഴ്ച തുടർച്ചയായി ജോലിയിൽ നിന്ന് മുങ്ങുന്നവരെയും പിരിച്ചുവിടാം. വ്യക്തിപരമായ താൽപര്യങ്ങൾക്കും ധനസമ്പാദനത്തിനും വേണ്ടി പദവി ദുരുപയോഗം ചെയ്താലും തൊഴിൽ കരാർ റദ്ദാക്കാനാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് പ്രവാസികളെല്ലാം സ്വയം ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജോലി തന്നെ ഇല്ലാതാക്കാൻ കാരണമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.